പാലക്കാട് പിടിച്ചു കുലുക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ദുരിതപ്പെയ്ത് അപ്രതീക്ഷിത കുത്തൊഴുക്കിൽ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ യുവാവിനെ ഒടുവിൽ രക്ഷപ്പെടുത്തി. ഒറ്റപ്പാലത്ത് ഒഴുക്കിൽപ്പെട്ട 79 വയസ്സുകാരി മരക്കൊമ്പിൽ തൂങ്ങി നിന്ന് 10 മണിക്കൂർ നേരമാണ്. മുതുകുന്നിയിൽ തേങ്ങ എടുക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രാജേഷിനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഇന്നലെ രാത്രി മുതൽ നിർത്താതെയുള്ള പേമാരിയാണ് പാലക്കാട്ട്. കൊല്ലങ്കോടിന് സമീപം സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയയാളെ ഫയർഫോഴ്സ് രക്ഷിച്ചത് അത്ഭുതകരമായി. പാലക്കാട് വണ്ടിത്താവളം സ്വദേശി രമേശ് വാച്ചർമാരുടെ കണ്ണുവെട്ടിച്ച് വെള്ളച്ചാട്ടത്തിലേക്ക് പോയെന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സുരക്ഷിതമായ സ്ഥലത്ത് കാട്ടുവള്ളികളിൽ പിടിച്ചു നിന്നതിനാൽ ഇയാൾക്ക് അപകടമൊന്നും സംഭവിച്ചില്ല. വെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെ 4 പേരടങ്ങുന്ന സംഘത്തിലെ 3 പേർ രക്ഷപ്പെട്ടു. രമേശ് വെള്ളത്തിന് നടുവിൽ അകപ്പെടുകയായിരുന്നു. കൊല്ലങ്കോട് സീതാർകുണ്ട് വിനോദസഞ്ചാരത്തിൽ വരുന്ന വിനോദസഞ്ചാരികൾ എല്ലാവരും ഇവിടുത്തെ വെള്ളച്ചാട്ടത്തെക്കുറിച്ചും ഒഴുക്കുകളെക്കുറിച്ചും അറിയാത്തവരാണ്. അപ്പോൾ മാക്സിമം അവർ ഇവിടുത്തെ പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിച്ച് പോവുക. ഇതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം ഇപ്പം തന്നെ 2ാമത്തെ അപകടമാണ് നടക്കുന്നത്. ഒറ്റപ്പാലത്ത് കുളിക്കാനായി തോട്ടിലിറങ്ങി ഒഴുക്കിൽപ്പെട്ട 79കാരി രക്ഷപ്പെടാനായി മരക്കൊമ്പിൽ തൂങ്ങി നിന്നത് 10 മണിക്കൂറാണ്. പൂക്കാട്ടുകുറിശി ചന്ദ്രമതിയാണ് ഒഴുക്കിൽ നിന്ന് മനക്കരത്തുകൊണ്ട് രക്ഷപ്പെട്ടത്. ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷമാണ് നാട്ടുകാർ കരകവിഞ്ഞൊഴുകിയ തോട്ടിൽ നിന്ന് ചന്ദ്രമതിയെ കണ്ടെത്തിയത്. കർക്കടക മാസാരംഭമായതിനാൽ മുങ്ങിക്കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ചന്ദ്രമതി. കനത്ത മഴയിൽ ഭവാനിപ്പുഴ കരകവിഞ്ഞു. താവളം പാലവും ചെമ്മണ്ണൂർ പാലവും വെള്ളത്തിനടിയിലായി. താവളം മുള്ളി റോഡിലെ ഗതാഗതം നിലച്ചു. പറളി ഓടന്നൂർ പാലവും വെള്ളത്തിനടിയിലായി. ഓടന്നൂർ ഭാഗത്തേക്കുള്ള ഏക വഴിയാണിത്. തിരുവേഗപ്പുറത്ത് തൂതപ്പുഴ കരകവിഞ്ഞു. പുഴയോട് ചേർന്നുള്ള പാർക്ക് വെള്ളത്തിനടിയിലായി. കൊപ്പം കരിങ്ങനാട് റോഡിലേക്ക് മരം കടപുഴകി വീണു. സംഭവം നടക്കുമ്പോൾ വാഹനങ്ങൾ ഒന്നുമില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. നെന്മാറയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടിലുണ്ടായിരുന്ന 86 വയസ്സുകാരി രാമു അമ്മാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നെല്ലിയാമ്പതി പുലയമ്പാറ സീതാർകുണ്ട് റോഡിലും വെള്ളം കയറി. ചെർപ്പുളശ്ശേരിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പാലക്കാട് മണ്ണാർക്കാട് മുക്കണം ശിവക്ഷേത്രത്തിനു മുന്നിൽ വൻ ആൽമരം കടപുഴകി വീണു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരമാണ് കടപുഴകി വീണതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.